ദേശീയ റേഡിയോ ദിനം. ഇന്ത്യയിൽ റേഡിയോ ഇറങ്ങിയിട്ട് ഒരു നൂറ്റാണ്ടിനോട് അടുക്കുന്നു. 1927 ജൂലൈ 23-നാണ് ഇന്ത്യയിൽ ആദ്യമായി റേഡിയോ സംപ്രേഷണം ആരംഭിച്ചത്. ജനങ്ങളോട് ഏറ്റവും അടുത്ത മാധ്യമത്തിൻ്റെ ഓർമ്മ ദിനം ജൂലൈ 23 ഇന്ത്യയിൽ ദേശീയ റേഡിയോ പ്രക്ഷേപണ ദിനമായി ആചരിക്കുന്നു. റേഡിയോ ശരിക്കും ജനഹൃദയങ്ങളിൽ ഈ സത്യസന്ധമായ വാർത്തകൾ ആദ്യം എത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രക്ഷേപണം സംഭവമായിരുന്നു റേഡിയോ. അത് ഇന്ന് ആഘോഷിക്കുകയാണ് ലോകം മൊത്തം. ഈ കാലഘട്ടങ്ങളിൽ ഞാൻ ഏകദേശം ഒരു 1984 ഞാനൊരു ട്രാൻസ്മിറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. ട്രാൻസ്മിറ്റർ ഉണ്ടാക്കിയിട്ട് എൻ്റെ വീട്ടിലെ, എൻ്റെ നാട്ടിലെ ചായക്കടയിലെയും മുറുക്കാൻ കടയിലൊക്കെ കാര്യങ്ങളൊക്കെ പുറത്ത് അറിയിക്കുന്നതിന് വേണ്ടി ഞാനൊരു ആൻറ്റനയൊക്കെ വെച്ച് കെട്ടി ഒരു റേഡിയോ നിലയം ഉണ്ടാക്കി. റേഡിയോ നിലയം ഉണ്ടാക്കിയ തൊട്ടടുത്തുള്ള അയൽവാസികളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്ത് അറിയിക്കുക എന്നൊരു സംഭവം കൂടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് അവസാനത്ത് പോലീസ് തന്നെ പിടിച്ചുകൊണ്ട് പോയി, എൻ്റെ ഇതൊക്കെ എടുത്തുകൊണ്ട് പോയി. അത് ഒരു ട്രാൻസ്മിറ്റർ എന്നത് ആ ദിവസമായി ഇപ്പോൾ വന്നത്. ഇപ്പോൾ ഇതൊരു ആഘോഷമാണ്. ഇപ്പോൾ പിന്നെ ഭാരതത്തിലും ലോകം മൊത്തം റേഡിയോ എന്നുവെച്ചാൽ സാധാരണക്കാരൻ്റെ ഹൃദയങ്ങളിലേക്ക് സത്യസന്ധമായ വാർത്തകൾ എത്തിക്കുന്ന ഒരു ഏറ്റവും വലിയൊരു സംഭവമായിരുന്നു റേഡിയോ. ആ റേഡിയോയിലൂടെ കേൾക്കുന്നത് ഇപ്പം എഴുത്തും വായനയും അറിയാൻ പറ്റാത്ത ഒരു കാലഘട്ടമായിരുന്നു ഏകദേശം ഒരു 70 മുമ്പുള്ള കാലഘട്ടം. ആർക്കും കൂടുതൽ ആൾക്കാർക്കൊന്നും ഈ ശരിക്കും വായിക്കാനൊന്നും അറിയാൻ പാടില്ല. പക്ഷേ റേഡിയോയിലൂടെ കേൾക്കുന്ന കാര്യങ്ങൾ അവരുടെ മനസ്സിൽ തറഞ്ഞു വെക്കും. അതാണ് ഈ റേഡിയോയുടെ പ്രത്യേകത. ഞാൻ ആ കാലഘട്ടങ്ങളിലാണ് ഞാൻ ഇത് റേഡിയോ സ്റ്റേഷൻ പോലെ ഒരു സാധനം ഉണ്ടാക്കിയത്. റേഡിയോ സ്റ്റേഷൻ നമുക്ക് പറയാനുള്ള അധികാരം ഇല്ലെങ്കിലും എന്താ പറഞ്ഞു പോകണം, അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ പ്രക്ഷേപണം ചെയ്തതാണ് പല പരിപാടികളിലും. പണ്ട് പാട്ടൊക്കെ വയലാർ രാമവർമ്മ സാറിൻ്റെ പാട്ടൊക്കെ ഞാൻ അതിനകത്ത് ടേപ്പ് കാർഡ് വെച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഏകദേശം ഒരു 6 മാസത്തെ കൂടി നിന്നില്ല. അതിന് എന്നെ പിടിച്ചു പോയി പട്ടക്കാട് പോലീസ് സ്റ്റേഷൻ തുടങ്ങിയുള്ളൂ. ആ അപ്പോഴത്തെ അവരെന്നെ പൊക്കി. എൻ്റെ ടേപ്പ് ഞാൻ 350 രൂപ മുടക്കി മേടിച്ച ടേപ്പ് കാർഡ് അത് ഉൾപ്പെടെ എടുത്തിട്ടുണ്ട്, എല്ലാം കൊണ്ടുപോയി. 1927 ജൂലൈ 23 മുംബൈയിൽ ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ നേതൃത്വത്തിൽ ആദ്യ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചതിൻ്റെ സ്മരണയ്ക്കായാണ് ഈ ദിനാചരണം. വിവരവും വിദ്യാഭ്യാസവും വിനോദവും ജനങ്ങളിലേക്ക് അതിവേഗം എത്തിച്ച മാധ്യമമാണ് റേഡിയോ. ദുരന്ത സാഹചര്യങ്ങളിലും അടിയന്തര ഘട്ടങ്ങളിലും വിശ്വസനീയമായ വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ റേഡിയോ ഇന്നും നിർണായക പങ്കുവഹിക്കുന്നു. ഗ്രാമീണ മേഖലയിലെ ജനങ്ങളുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ആശയവിനിമയ മാർഗങ്ങളിലൊന്നായും റേഡിയോ തുടരുന്നു. ഡിജിറ്റൽ യുഗത്തിലും FM സ്റ്റേഷനുകൾ, കമ്മ്യൂണിറ്റി റേഡിയോകൾ, ഓൺലൈൻ റേഡിയോ സേവനങ്ങൾ എന്നിവയിലൂടെ റേഡിയോ പുതിയ തലമുറയിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. ദേശീയ റേഡിയോ പ്രക്ഷേപണ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തിന്റെ പ്രക്ഷേപണ രംഗത്തിന് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ എല്ലാവരെയും ഈ ചടങ്ങിൽ ആദരിക്കുന്നു. ജനങ്ങളുമായി റേഡിയോയ്ക്ക് ഇന്നും നിലനിൽക്കുന്ന ആത്മബന്ധം ഓർമ്മിക്കപ്പെടുകയും ചെയ്യുന്നു.